കുട്ടികളിലും മാതാപിതാക്കളിലുമുള്ള എക്സാം സ്ട്രെസ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാനും ശ്രീജി പറയാൻ പോണത്. ശ്രീജി, അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോണത് കുട്ടികളിലെ എക്സാം സ്ട്രെസ് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്പർ 1, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ് പ്രധാനമായിട്ട് കുട്ടികളിൽ എക്സാം സ്ട്രെസ് വരാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് നമ്മൾ പറയുന്നത്. അതെ, ലാക്ക് ഓഫ് കോൺഫിഡൻസ് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഒന്ന് എന്താണ്, ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ. അത് തന്നെയാണ് ഫസ്റ്റ് ഒരു മെയിൻ പോയിന്റ് ആയിട്ട് വരുന്നത്. കാരണം കൃത്യമായ ഒരു പ്രിപ്പറേഷനിലൂടെ പോകുമ്പോഴാണ് അവർക്ക് അവിടെ ഓക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് വരിക. അപ്പോൾ അവിടെ ആ ഒരു ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ വരുമ്പോൾ എന്ത് പറ്റുന്നു, അവിടെ ഒരു കോൺഫിഡൻസിന്റെ കുറവ് വരുന്നത്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പക്ഷേ പല പല കാരണങ്ങളൊക്കെ കൊണ്ട് കുട്ടികൾ ഇന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വരും. അപ്പോഴായിരിക്കും ചിലപ്പോൾ ഇവരുടെ കൂടെയുള്ള കുട്ടികൾ അയ്യോ ഇതല്ല അതാണെന്ന് പറയുന്നത്, അയ്യോ അതല്ലല്ലോ ഇതല്ലേ എന്ന് പറയുന്നത്. അപ്പം ഈ കുട്ടികളുമായിട്ടുള്ള ഒരു ഡിസ്കഷനും ഒരു പരിധി വരെ ഇവർക്ക് ഒരു സ്ട്രെസ് ഉണ്ടാക്കാനുള്ള ഒരു കാരണമാവുന്നുണ്ട്. അതെ. അപ്പോൾ നമ്പർ 2 ഇസ് ഡെഫിനറ്റ്ലി ദി പിയർ പ്രഷർ ഓഫ് പാരന്റ്സ്. അല്ലെ, അത് ആ ഒരു പാരന്റ്സ് അറിഞ്ഞോ അറിയാണ്ടോ കൊടുക്കുന്ന, അതിനെപ്പറ്റി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാമോ ശ്രീജി? ഓക്കെ, പാരന്റ്സിന്റെ പ്രഷർ കുട്ടികളെ വല്ലാതെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളിപ്പോ ബോർഡ് എക്സാം ഒക്കെ അടുത്ത് വരാണല്ലോ. അപ്പോൾ ഇവിടെ തന്നെ പാരന്റ്സിന് ഒരുപാട് രീതിയിൽ അവർ സ്ട്രെസ്ഡ് ആയിരിക്കും. ഒരുപാട്, അതായത് ഇപ്പോൾ സൊസൈറ്റൽ പ്രഷർ ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് കൃത്യമായിട്ടാണോ അവൻ അപ്പിയർ ചെയ്യുന്നത് എക്സാം, അവൻ പ്രിപ്പയർ ചെയ്ത പോലെ തന്നെ അവന് കിട്ടാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അവൻ വിചാരിക്കുന്ന കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അവന് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് സ്ട്രെസ്ഡ് ആയിരിക്കും അവര്. അപ്പൊ ഈ സ്ട്രെസ് മൊത്തം കുട്ടികളിലേക്കും ഇവര് മോനെ ഇതിന് കിട്ടുമല്ലോ അല്ലേ നിനക്ക് ഈ മാർക്ക്. അപ്പം ഇവരുടെ ഒരു എക്സ്പെക്ടേഷൻ ലെവല്, ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു വന്ന കേസിൽ ഒരു മോൻ എന്നോട് പറഞ്ഞത്, അവൻ സ്ട്രെസ്ഡ് ആവുന്ന കാര്യം അവന്റെ ഗ്രാൻഡ് പാരന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇത്രയും. അപ്പൊ പുള്ളിക്കാരിയുടെ അത്രയും ഒരു എക്സ്പെക്ടേഷൻ ലെവൽ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ. അപ്പൊ അതുകൊണ്ട് അവൻ എന്തായി അവിടെ ഒരു സ്ട്രെസ് ആണ്. ഓക്കെ, എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താവും എന്നൊക്കെയുള്ള ഒരു ഭയങ്കര പ്രശ്നമാണ്. അച്ഛൻ്റെ സ്കൂളിൽ ഞാൻ പോയ സമയത്ത് ഒരു പാരന്റ്, ഒരിക്കലും ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല, പക്ഷേ യു ഷുഡ് സീ ഹർ ബോഡി ലാംഗ്വേജ്, നിന്ന് വേർക്കുന്ന പോലെ. എന്നാൽ കുട്ടിയാണ് അതിൻ്റെ ഒരു കാര്യത്തിന് പോകുന്നത്, അത് ബോർഡ് എക്സാം പോലും അല്ല. ഞാൻ ചോദിച്ചു എന്തിനാ മാം ഇങ്ങനെ ടെൻസ്ഡ് ആവുന്നത്? അപ്പോൾ അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, എനിക്ക് അവിടെ ചെന്നിട്ട് പഠിച്ചതെല്ലാം ഓർമ്മ വരുമോ, ഇങ്ങനെ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഈ ഒരു എക്സ്പ്രഷനാണ് കുട്ടിക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ആങ്സൈറ്റി ഓട്ടോമാറ്റിക്കലി ആ കുട്ടിയിലേക്കും ചെന്നെത്തുന്നുണ്ടല്ലേ. കുട്ടികൾ പ്രത്യേകിച്ചും നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ള കാര്യമല്ല അവർ രജിസ്റ്റർ ആവുന്നത്. അവർക്ക് നമ്മൾ എങ്ങനെയാണ് ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, പാരന്റ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതാണ് അവർക്ക് കൃത്യമായിട്ട് രജിസ്റ്റർ ആവാൻ. അവിടെ അത് മാത്രമല്ല ഒരു സ്റ്റാറ്റസ് ഇഷ്യൂ. അവരിപ്പോ റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും അയ്യോ എത്ര മാർക്സ് ഉണ്ട് മോന്, 10th അല്ലേ, മോൻ പഠിക്കുന്നുണ്ടോ, പഠിച്ചോ, അവൻ പ്രോപ്പർ ആണോ, ഇങ്ങനെയുള്ള കാര്യത്തിലൂടെ ഇവരൊക്കെ ഒരു സ്ട്രെസ് പാരന്റ്സിന് കൊടുക്കുന്നുണ്ട്. അതും ഒരു വലിയ ആണ്. അപ്പം ഇങ്ങനെ കുറേ റീസൺസ് ഇവിടെ ഉണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ഈ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പം മെഡിസിൻസ് കഴിക്കുന്ന കുട്ടികളുണ്ട്. അതേപോലെ ഹെൽത്ത് കാരണം തന്നെ ഈ പറയുന്നത് പോലെ പാനിക് ഡിസോർഡേഴ്സും അതേപോലെ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സും വരുന്ന കുട്ടികളുണ്ട്. ഇങ്ങനെ കുറേ അധികം ഏരിയാസ് നമ്മൾ ഇതിന്റെ റീസൺസ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകുന്നത് വാട്ട് ഓൾ ക്യാൻ ബി ഡൺ. അതെ, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കുട്ടിക്ക് കൊടുക്കേണ്ടത് അവനെ ഒരു കൃത്യമായ ഒരു പീസ്ഫുൾ ഒരു എൻവയോൺമെന്റ് കൊടുക്കുക എന്നുള്ളത്. അവൻ ഇപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. സോ അവിടെ കൂടുതലായിട്ട് അവനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യങ്ങളിലേക്കും നിങ്ങൾ നീങ്ങാതിരിക്കുക. പിന്നെ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രഷർ, മോനെ നീ പഠിച്ചോ, എന്തായി നിന്റെ പഠിത്തം, എന്തായി, നീ കറക്റ്റ് പ്രോപ്പർ വേ ആണോ പോകുന്നത്, നീ അത് ചെയ്തോ, നീ ഇത് ചെയ്തോ. അതായത് ഈച്ച് ആൻഡ് എവറി വൺ ഈസ് ഡിഫറെന്റ് അല്ലേ. അപ്പൊ അവിടെ എവറി വൺ അവരവരുടേതായ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും. അപ്പൊ ആ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഓക്കെ എനിക്ക് ഇങ്ങനെ എഴുതി പഠിച്ചാലേ ഇത് കിട്ടുള്ളൂ. അപ്പം ആ ഒരു പാരന്റ് ആണ് ഇപ്പൊ കുഞ്ഞിനെ ഇത് ചെയ്യുന്നെങ്കിൽ നീ അത് അങ്ങനെ ചെയ്തായിരുന്നോ, പക്ഷെ കുട്ടിയുടെ ഒരു സ്ട്രാറ്റജി എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഒരുപാട് കേസ് വരുന്നുണ്ട് ഇതുമായി. അതായത് ഇത് വേറൊരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഇവിടെ പറയേണ്ടത്, കുട്ടികൾക്ക് ഒരു റുട്ടീൻ നിങ്ങൾ സെറ്റ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ഒരു പക്ഷേ കുട്ടിയുടെ മൈൻഡ് ഇങ്ങനെ ആകെ ക്ലസ്റ്റേർഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ എന്ത് വേണം ഏത് വേണം ഇങ്ങനെ, അപ്പം കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ, ഞാൻ കുട്ടിയെന്ന് ഇവിടെ പറയുന്നതും 10th 11th ഒക്കെ ഉള്ള കുട്ടികൾ തന്നെ കേട്ടോ. അപ്പം അതിന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള റുട്ടീൻ, ഇന്ന ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആദ്യം അല്ലെ, ടഫ് ആയിട്ടുള്ള സബ്ജക്ട്സ് നമ്മൾ ആദ്യം എടുക്കുമ്പോഴേക്ക് കുഞ്ഞിനെ കുറച്ചധികം അവനത് റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടും. പിന്നീട് എനിക്ക് ബാക്കി സബ്ജക്ട്സ് എനിക്ക് അറിയാമല്ലോ, ഞാൻ വിചാരിച്ചാൽ എനിക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് അവിടെ കുഞ്ഞിനുണ്ടാവും. സോ ഡെഫിനറ്റ്ലി അവൻ ഒരു, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമുക്ക് വന്ന ആ ഒരു എക്സാം സ്ട്രെസ്സിന്റെ, എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ ഉള്ള നമ്മുടെ ആ സ്ട്രെസ് ലെവൽ വളരെയധികം കുറയ്ക്കാൻ ഇത് സാധിക്കും. ഓക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അവിടെ, ഓക്കെ ബാക്കി നമുക്ക് ചെയ്യാൻ
പറ്റുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ കയ്യിലുള്ളതായ കാര്യങ്ങൾ, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, എന്തൊക്കെ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുക, ഇതൊക്കെ നമ്മൾ ചെയ്തിരുന്നാൽ ബാക്കി ഏത് തരം ക്വസ്റ്റ്യൻ വരും അതൊന്നും നമ്മുടെ കയ്യിലല്ല. അവിടെ നമുക്ക് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യാം. അതിനാണ് കൃത്യമായ ഒരു എൻവയോൺമെന്റിലൂടെ, കൃത്യമായ ഒരു റുട്ടീനിലൂടെ കുട്ടീനെ കൊണ്ടുപോവാ എന്നുള്ളത്. ഇനിയിപ്പോ ഇതിന് വൺ മേജർ തിങ് ഇസ് സ്ലീപ്പ് പാറ്റേൺ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ശ്രീജി ഒന്ന് എടുത്ത് പറഞ്ഞിരുന്നു. കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം. പല കുട്ടികളെയും രാത്രി ഒരുപാട് രാത്രി ലേറ്റ് ആയിട്ട് കഴിക്കും. ഫുഡ് പാറ്റേൺ അല്ലെ, അത് ഇനി എടുക്കാൻ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കുട്ടിക്ക് ഏകദേശം രാത്രിയിൽ ഓരോ 2 മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ കട്ടൻ കാപ്പി കൊടുത്തോണ്ടിരിക്കും. ദാറ്റ് ഈസ് ആക്ച്വലി നോട്ട് ഗുഡ് അല്ലേ? അതെന്ന് ഉറക്കം എണ്ണിക്കണ്ടേ, അതാണ് ഉറങ്ങണ്ട. അപ്പൊ അമ്മയുടെ ആങ്സൈറ്റി അല്ലെ, അമ്മയും കുറെ കട്ടൻ കാപ്പി കുടിക്കും, കുഞ്ഞും അതെ. അവിടെ ഒരു പ്രോപ്പർ സ്ലീപ്പ് റുട്ടീൻ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാണ്. ഇപ്പൊ കുട്ടികൾ തന്നെ വിചാരിക്കുന്നത് ഓക്കെ എനിക്ക് നൈറ്റ് ഒരുപാട് ടൈം ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു സമയത്തിരുന്ന് ഒരുപാട് പ്രിപ്പയർ ചെയ്യാം, ഇപ്പൊ മോർണിംഗ് അല്ലെങ്കിൽ ഈ ഒരു ഡേ ടൈമിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികളെ നൈറ്റിലേക്ക് ഇരിക്കുന്നത്. പക്ഷെ അത് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അവിടെ ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ആണ് ഉണ്ടാവുന്നത്. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ പഠിച്ച പോയിന്റ്സ് ഒന്നും അവർക്ക് കിട്ടണം എന്നില്ല. അപ്പൊ അവിടെ നമുക്ക് എല്ലാത്തിനും അവരുടെ ഈ ആങ്സൈറ്റിക്കും സ്ട്രെസ്സും ഇതെല്ലാം കുറയ്ക്കാനും ഒരു പ്രോപ്പർ സ്ലീപ്പ് റുട്ടീൻ അവർക്ക് ആവശ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാക്ക് ഓഫ് പ്രിപ്പറേഷനും ലാക്ക് ഓഫ് കോൺഫിഡൻസിന്റെ ഒക്കെ ഒരു ഫലമായിട്ട് പലപ്പോഴും ഈ എക്സാം ഹാളിൽ പോകുന്ന കുട്ടികൾക്ക് കൈവിറക്കുക, ബ്ലാങ്ക് ആവുക, ഇതേപോലെ അയ്യോ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, എന്താ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ചെറിയ ടെൻഷനും ചെറിയ ഇതും എല്ലാവർക്കും ഉണ്ട്. അതില്ലെന്നല്ല, ക്വസ്റ്റ്യൻ പേപ്പറിന് തൊട്ട് മുമ്പ് എല്ലാ കുട്ടികൾക്കും ഉള്ള ഒരു ചെറിയ കുഞ്ഞ് സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിരിക്കും, ചെറിയൊരു സോർട്ട് ഓഫ് ആങ്സൈറ്റി ഉണ്ടായിരിക്കും. പക്ഷേ ഇതിന്റെ ഒരു തോത് കൂടുമ്പോഴാണ് ഈ എന്താ പറയുക എക്സസീവ് സിംറ്റംസ്, അഡ്രിനാലിന്റെ റഷ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു അഡ്രിനാലിൻ റഷ് വരുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് മാറ്റാനായിട്ട് ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ചെറിയൊരു വാമപ്പ് എക്സസൈസസ്, ഇതേപോലെ തന്നെ ബ്രീതിങ് എക്സസൈസസ് ഒക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ജസ്റ്റ് ബിഫോർ റൈറ്റിംഗ് യുവർ എക്സാം. അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ എക്സാം ഹാളിൽ വന്നിരുന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും നോക്കി ഒന്ന് ചിരിക്കുക, പ്രാർത്ഥിക്കുക. അതേപോലെ നമുക്കൊരിക്കലും നമ്മൾക്ക് ആ ഒരു ടെൻഷൻ, ഈ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് പെർഫോമേഴ്സ് ഒക്കെ ഈ സ്റ്റേജിൽ ഇരിക്കുമ്പോഴത്തേക്ക് അവരെല്ലാവരെയും ഒന്ന് ചിയർ ചെയ്ത് അവരുടെ ബോഡി ഒന്ന് പ്രിപ്പയർ ചെയ്യിപ്പിക്കും. ഇത് നമ്മൾ ആ ഒരു ചെറിയൊരു സ്ട്രെച്ചിങ് എക്സസൈസസ് ഒക്കെ കൊടുത്തിട്ട് നോബഡി ഈസ് ഗോയിങ് ടു ലൈക്ക് പുഷ് യു അവേ ഫ്രം ദെയർ അല്ലേ? അതൊന്ന് പറയാം. അത് ഈ ബോക്സ് നമ്മൾ ബ്രീതിങ്ങിനെ പറ്റി പറഞ്ഞില്ലേ, അതും കൂടെ ഒന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. ഇവിടെ നിങ്ങൾ കൂടുതൽ, അതായത് കുട്ടികൾ കൂടുതൽ സ്ട്രെസ് ആവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊരു ചലഞ്ച് അവിടെ നേരിടുകയാണ് അല്ലേ? അപ്പൊ ഇവർ ആദ്യം അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെ ജീവിതത്തിലെ ഒരു ഏറ്റവും വലിയ കാര്യമല്ല, പക്ഷെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഏറ്റവും വലുത് അല്ലെങ്കിൽ ലാസ്റ്റ് അങ്ങനെയുള്ള നിങ്ങൾ ഒരുപാട് ചലഞ്ചസ് ഇതുപോലെ നേരിടാനുള്ളവരാണ്. അതിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, എല്ലാവരും ഇങ്ങനെയുള്ള ചലഞ്ചസ് നേരിട്ടിട്ട് തന്നെയാണ് എക്സാം ഹാളിലേക്കും അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് മുന്നേറുന്നത് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ ഇങ്ങനെയുള്ള, അതായത് എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ ഉള്ള ഈ ഒരു ഫിസിക്കൽ സെൻസേഷൻ, ഇങ്ങനെ എന്താണ് ഒന്ന് ഹാർട്ട് ബീറ്റ് കൂടുക, അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആവുക, അല്ലെങ്കിൽ എല്ലാം ബ്ലാങ്ക് ആയി പോവുക. ഇവിടെ നമ്മൾ ഏറ്റവും നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണ്. അത് 5-5-5 മെത്തേഡാണ്. അതായത് 5 സെക്കൻഡ്സ് എടുത്ത് നമ്മൾ നല്ലൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് ശ്രീജി അതൊന്ന് കാണിച്ചാൽ നന്നാവും. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ പീസ്ഫുൾ ആയിട്ട്, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്സാം ഹാളിലാണെന്ന് ഇമാജിൻ ചെയ്യാം. എക്സാം ഹാളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ കണ്ണടച്ച് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമല്ലോ, അതിന് മുമ്പ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്ലോസ് യുവർ ഐസ്, സിറ്റ് സ്ട്രെയിറ്റ് ആൻഡ് ടേക്ക് എ ഡീപ് ബ്രെത്ത്. എന്നിട്ട് ഒരു ഡീപ് ബ്രെത്ത് എടുക്കുക. ഒരു എന്താ നമ്മൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് എന്നതിന് ശേഷം നമ്മളൊരു ഡീപ് ബ്രെത്ത് എടുക്കുക. 5 സെക്കൻഡ്സ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്തിട്ട് ഡീപ് ബ്രെത്ത് എടുക്കുക. നമ്മള് പിന്നെ ആ ബ്രെത്ത് ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം. അവിടെയും നമുക്ക് ഒന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 ആൻഡ് ദെൻ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യാണ്. സ്ലോലി നമ്മൾ അതുപോലെ 5 സെക്കൻഡ്സ് കൗണ്ട് ചെയ്തിട്ട് 1 2 3 4 5 എന്ന് നമ്മൾ സാവധാനം ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. ഇതൊരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് റിലാക്സേഷൻ ഫീലിംഗ് ഉണ്ടാവും. ബ്രെയിനിൽ ഓക്സിജൻ ലെവൽ കുറവായിരിക്കും. അപ്പൊ ഈ ഒരു ബ്രീത്തിങ് എക്സസൈസിലൂടെ നമുക്ക് അതും കൂടെ ഒന്ന് കവറപ്പ് ചെയ്യാൻ പറ്റും. അവർക്ക് കുറച്ചധികം, അതായത് ഒരു നല്ല റിലാക്സേഷൻ, ഒരു ഫീലിംഗ് അവിടെ ഉണ്ടാവും. ഇപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല, നിങ്ങൾക്കൊരു സെൽഫ് ഹെൽപ്പ് മെത്തേഡിലൂടെ ഇത് പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എക്സാം ആ ടൈമിലേക്ക് വേണ്ടി നോക്കിയിരിക്കരുത്. കഴിഞ്ഞ തവണ നമുക്ക് വന്നത്
അടുത്ത ദിവസം എക്സാം ആണ് ഇപ്പോൾ വരുന്നത്. നമ്മൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി നമുക്ക് ടൈമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ട്രൈ ടേക്കിംഗ് എ കൗൺസിലിംഗ്.